ഹലോ ഗൈസ്, അപ്പം ഈ കുട്ടി സഖാവല്ല ഏതാളായാലും എന്താണ് പിന്നെ കുട്ടികളാണെങ്കിലും മറ്റേ അക്കൗണ്ട് എന്ത് ചെയ്യും പൂട്ടും. സംഭവം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. വെച്ചാൽ കുട്ടികൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല, മറ്റേ ടെക് ഡൗൺ ചെയ്യും. കാരണം 13 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? 13 to 17 വരെ അത് ടീൻ അക്കൗണ്ട് എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെറ്റ കൺസിഡർ ചെയ്യുന്നത്. 13 to 17 ഈ 13 to 17 വയസ്സിന് ഇടയിലുള്ള കുട്ടികളെ അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറഞ്ഞില്ല. അത് മെറ്റ ടേക്ക് ഡൗൺ ചെയ്യാതെ എങ്ങനെ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും എന്നുള്ള ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വയസ്സുള്ള ഈ കുട്ടികളെ അക്കൗണ്ട് സംഭവം എങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറ്റും, അതാണ് ഫസ്റ്റ്. ഈ പൊളിറ്റിക്കൽ കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഇടാൻ പറ്റില്ല. അത് കണ്ടാൽ മറ്റേ ടേക്ക് ഡൗൺ ചെയ്യും. എങ്ങനത്തെ കണ്ടന്റ് വെച്ചാൽ ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, മനസ്സിലായി. ഇപ്പോൾ ഫാമിലി കണ്ടന്റ് ആണെങ്കിൽ നമ്മുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടുന്ന വീഡിയോസിൽ പ്രശ്നമില്ല. അവരുടെ ടാലൻറ്റ് പറയുമ്പോൾ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അങ്ങനത്തെ വീഡിയോസിൽ കുഴപ്പമില്ല. പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആണെങ്കിൽ മറ്റൊക്കെ പ്രശ്നമില്ല. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മാനേജ്ഡ് ബൈ ഒരു പാരന്റ് ആണെന്നുള്ള ബയോയിൽ കൊടുക്കണം. ബയോയിൽ കൊടുക്കാൻ മീൻസ് ഇപ്പോൾ സപ്പോസ് ബയോയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മാനേജ്ഡ് ബൈ പാരന്റ്, DM മാനേജ്ഡ് ബൈ പാരന്റ് ആണ് എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു പാരന്റിന്റെ അക്കൗണ്ടും മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ അക്കൗണ്ട് ആണെങ്കിൽ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ 3 കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക. അതിന് പുറമായിട്ടുള്ളത് മാനേജ്ഡ് ബൈ ആരാന്നുള്ളത് കൊടുക്കാം. ഓക്കെ. അപ്പം ഈ കുട്ടി സഖാക്കൾക്ക് സംഭവിച്ചത് വെച്ചാൽ അവർ പൊളിറ്റിക്കൽ കണ്ടന്റാണിത്. അപ്പോൾ അത് ആർക്കും ഒരു 10 ആൾക്കാർ റിപ്പോർട്ട് ചെയ്താൽ പോകും, അക്കൗണ്ട് പോകും. കാരണം വെച്ചാൽ ഓൾറെഡി അവർക്ക് എന്താണ് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്. പിന്നെ ഒരു വലിയ വിഷയമാണിത്. അപ്പോൾ പോരാത്തതിന് എന്താണ് ഇങ്ങനത്തെ പൊളിറ്റിക്കൽ കണ്ടന്റും. അപ്പോൾ അത് എതിർ പാർട്ടിക്കാർ ആരായാലും അത് ഗവൺമെന്റ് ലെറ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സിമ്പിളായിട്ട് ഒരു 10 ആൾക്കാർ റിപ്പോർട്ട് ചെയ്താൽ അടിച്ചു പോകും അക്കൗണ്ട്. എത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അടിച്ചു പോകും, കിട്ടാതെ പണിയാം. തിരിച്ച് കിട്ടാറില്ലേ ചിലപ്പോൾ, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും, വീഡിയോ ടെക് ഡൗൺ ആവും, അക്കൗണ്ട് തിരിച്ചു കിട്ടില്ല. അത്രയും സ്ട്രിക്റ്റ് ആണ് ഈ മറ്റേ ഈ കുട്ടികളുടെ അക്കൗണ്ടിൻ്റെ ഇത്. കാരണം എന്താ വെച്ചാൽ കൊല്ലം നമ്മൾ സുക്കണ്ടൻ എന്താ ചെയ്ത് അമേരിക്കയിൽ മാപ്പ് പറയുക ചെയ്ത് പോരാത്തതിന് എന്താണ് ബില്യൺസ് എന്താണ് ഫൈൻ കെട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് കുട്ടികളെ എന്താണ് പിന്നെ ട്രാക്ക് ചെയ്യുന്നത്, കുട്ടികൾക്ക് എന്താ പറയുക അഡൽട്ട് കണ്ടൻസുകൾ അല്ലെങ്കിൽ കുറച്ചുപാട് സെൻസിറ്റീവായ കണ്ടൻസ് കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്കെതിരെ മൂപ്പർക്കെല്ലാം മറ്റേക്കെതിരെ കേസുണ്ട്, ഒരു ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇന്ത്യയിൽ, പൊതുവെ നല്ല സ്ട്രിക്റ്റ് ആണ്. നമ്മൾ പാരന്റ് അക്കൗണ്ടിൽ തന്നെ ഒരു ചെറിയ കുട്ടീൻ്റെ വീഡിയോ ഇട്ടാൽ ഇപ്പോൾ ഡ്രസ്സ് ഇല്ലാതെ ചെറിയ കുട്ടികളെ ചിലപ്പോൾ ഡ്രസ്സ് കൺസിഡർ ചെയ്യില്ല. പക്ഷെ അവിടെ ന്യൂഡ് ഫോട്ടോ കണ്ടാൽ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ അക്കൗണ്ടിൻ്റെ പോകും, മനസ്സിലായോ. അതിന് ഇപ്പോൾ ട്രൗസർ ഇട്ടുണ്ടാവും കുട്ടി, പക്ഷേ മുകളിലോട്ട് കാണുന്നുണ്ടെങ്കിൽ ടേക്ക് ഡൗൺ ആവും. അപ്പോൾ കുട്ടികളെ എന്താണ് പ്രൈവസി, പിന്നെ അവരെ ഡ്രസ്സിങ് ക്ലോത്തിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് മാനേജ് ബൈ പാരന്റ് ആണെങ്കിൽ കുട്ടികളെ വീഡിയോസ് ഇടുമ്പോൾ അവരുടെ ഡ്രസ്സിങ് വളരെ ശ്രദ്ധിക്കണം. നല്ല ഡ്രസ്സിങ്ങിലല്ലാതെ അത് അവർക്ക് മറ്റേ മാനുവലായിട്ടുള്ള മാനേജ് ചെയ്ത് ആ എഐക്ക് ഇതൊരു എന്താണ് സെൻസിറ്റീവായി കണ്ടന്റ് ആണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, അത് ടേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പോർട്ടിങ് വന്നാൽ അക്കൗണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഫാമിലി വീഡിയോസ്. പിന്നെ ഇപ്പോൾ പ്രൊഡക്റ്റ് പ്രൊമോഷൻ, ഇപ്പോൾ കുട്ടികളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യണം. എന്താണ് ഇതൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പോർട്ട് വന്നാലും അത് ടേക്ക് ഡൗൺ ചെയ്യും. അത് ആർക്ക് റിപ്പോർട്ട് ചെയ്താലും ആ വീഡിയോ ആ അക്കൗണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രൊമോഷൻസ് കുട്ടികൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത് പാരന്റിൻ്റെ അക്കൗണ്ടിലായിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് റിപ്പോർട്ട് വന്നാലും പാരന്റിൻ്റെ അക്കൗണ്ട് ചെയ്യും, അത് ടേക്ക് ഡൗൺ ആയി പോകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചാൽ കുട്ടികളെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് കൊണ്ട്